भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗേ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. വാതാലയേശനായി മിന്നിത്തിളങ്ങുന്ന ഭാഗവത സൂര്യൻ്റെ അനുഗ്രഹ കിരണങ്ങൾ ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 708 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ഗുരുപവനപുരിയിലിരുന്നു കൊണ്ട് തന്നെയാണ് ഇന്ന് ഭഗവത് കഥകൾ പറയാനായിട്ട് ആരംഭിക്കുന്നത്. ഇന്നലെ നമ്മൾ കേട്ടു, അവിടെ വസുദേവരുടെ അടുത്ത് ഋഷീശ്വരന്മാരെ, പ്രത്യേകിച്ച് നാരദ മഹർഷിയുടെ വാക്കുകൾ ഓരോ മനുഷ്യനുമുള്ള 3 തരത്തിലുള്ള ഋണങ്ങളെ, കടങ്ങളെക്കുറിച്ച് പറഞ്ഞു. ദേവകടം, പിതൃകടം, ഋഷികടം. വസുദേവരോട് പറഞ്ഞു, പിതൃകടവും ഋഷികടവും അങ്ങ് പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ദേവകടം. ദേവകടം എങ്ങനെയാ തീർക്കുക? അത് യജ്ഞങ്ങളിലൂടെയാണ്. പിതൃകടം പുത്രോത്പാദനത്തിലൂടെയും ഋഷികടം അധ്യയനത്തിലൂടെയും ഇല്ലാതെയാവുമ്പോൾ ദേവകടത്തെ ഇല്ലാതെയാക്കാൻ യജ്ഞങ്ങൾ നടത്തണം എന്ന് അവിടെ പറഞ്ഞു. ശിശുബ്രഹ്മർഷി പറയാണ്, ഇതി തേഷാം വചശ്രുത്വ വസുദേവോ മഹാമനാം താൻ ഋഷീൻ ഋത്വിജോ വവ്രേ മൂഢ്യാനമ്യ പ്രസാദ്യ ച. ഇങ്ങനെ ഇതി തേഷാം വച ശ്രുത്വ, ഇങ്ങനെയുള്ള അവരുടെ വാക്കുകൾ കേട്ടിട്ട് മഹാമനഃ വസുദേവ, മഹാമനസ്സുള്ള, വലിയ വിശാലമായ മനസ്സുള്ള വസുദേവര് താൻ ഋഷീൻ, ആ ഋഷികളെ മൂർധന ആനമ്യ, മൂർധാവ് കൊണ്ട് നമസ്കരിച്ചിട്ടും പ്രസാദ്യച, അവരെ സന്തോഷിപ്പിച്ചിട്ടും ഋത്വിജഹ വവ്രെ, അവരെ ഋത്വിക്കുകളായി വരിച്ചു. ദേവകടം തീർക്കാൻ യജ്ഞങ്ങൾ നടത്തണം എന്നാണ് ഋഷീശ്വരന്മാരുടെ വാക്കുകളുണ്ടായത്. അത് കേട്ടപ്പോൾ അവരെ കാക്കൽ വീണ് നമസ്കരിച്ചു, സന്തോഷിപ്പിച്ചു. ഇനി യാഗം ചെയ്യാനായിട്ട് അവരെ തന്നെ ആചാര്യന്മാരായി ഋത്വിക്കുകളായി വരിക്കുകയും ചെയ്തു എന്നും പറയുന്നു. ത ഏന മൃഷയോ രാജൻ വൃതാധർമ്മേണ ധാർമ്മികം തസ്മിന്നയാജയൻ ക്ഷേത്രേ മഖൈരുത്തമകൽപകൈ. വൃതാതേ ഋഷയ, വരിക്കപ്പെട്ട വ്രതം സ്വീകരിച്ച ഋഷികൾ
രാജൻ അല്ലയോ പരീക്ഷിത്തെ ധാർമ്മികം ഏനം ധർമ്മതൽപരനായിരിക്കുന്ന ആ വസുദേവരെ ധർമ്മേണ ആ ധർമ്മം അനുസരിച്ച് തസ്മിൻ ക്ഷേത്രേ ആ സമന്തപഞ്ചക തീർത്ഥത്തിൽ തന്നെ ആ ക്ഷേത്രത്തിൽ തന്നെ ഉത്തമകൽപ്പകൈഹി ഏറ്റവും ഉത്കൃഷ്ടമായ യാഗങ്ങൾ മഖൈ അയാജയൻ അതിനെ യജിപ്പിച്ചു എന്നാണ്. സമന്തപഞ്ചക തീർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു, പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ട ആ തീർത്ഥങ്ങളോടുകൂടിയ സമന്ത പഞ്ചകം അവിടെ വെച്ച് ആ തീർത്ഥക്കരയിൽ വെച്ചാണ് വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന നിരവധിയായിട്ടുള്ള യാഗങ്ങൾ അവിടെ വസുദേവര് നടത്തി, അല്ലെങ്കിൽ വസുദേവരെ കൊണ്ട് നടത്തി ചൂർത്തിക്കുകൾ. തദ്ദീക്ഷായാം പ്രവൃത്തായാം വൃഷ്ണയ പുഷ്കരസ്രജ സ്നാതാസുവാസസോ രാജൻ രാജാന സുഷ്വലങ്കൃത. തദ്ദീക്ഷായാം ആ വസുദേവരുടെ ദീക്ഷ പ്രവർത്തായാം ആരംഭിച്ചപ്പോൾ സ്നാത സുവാസസ പുഷ്കരസ്രജ വൃഷ്ണയ സ്നാനമൊക്കെ കഴിഞ്ഞ് നല്ല വസ്ത്രം ധരിച്ച് താമരമാല ധരിച്ച വൃഷ്ണികൾ സുഷ്ഠുഅലങ്കൃത നന്നായി അലങ്കരിച്ച രാജാന രാജാക്കന്മാര് പരീക്ഷത്തെ അവര് എല്ലാവരും ആ യാഗശാലയിലേക്ക് വന്നു ചേർന്നു എന്ന് പറയുന്നു. വസുദേവർ യാഗത്തിന് ദീക്ഷ സ്വീകരിച്ചു. വൃഷ്ണികൾക്കും വലിയ സന്തോഷമായി. അവരും പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചു, നല്ലപോലെ അലങ്കരിച്ചു. എന്താ അതിൻ്റെ അർത്ഥം? അവരും നല്ല സന്തോഷത്തിലായിരുന്നു എന്ന് കാണിക്കുന്നു. വസുദേവന്റെ കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരും ഇതേപോലെ തന്നെ വിശേഷമായിട്ടുള്ള വസ്ത്രാഭരണങ്ങളെ കൊണ്ട് അലങ്കരിച്ച് അവരും യാഗത്തിന് വന്നു ചേർന്നു. തന്മഹിഷ്യമുദിത നിഷ്കണ്ഠ്യസുവാസസ ദീക്ഷാശാലാമുപാജഗ്മുരാലിപ്ത വസ്തുപാണയാം. അതേപോലെ തന്മഹിഷ്യ അവരുടെ ഭാര്യമാര് മുദിത സന്തോഷത്തോടുകൂടി നിഷ്കണ്ഠ്യ നിഷ്കം എന്ന് പറഞ്ഞാൽ പതക്കം കണ്ഠത്തിൽ അണിഞ്ഞ് വിശേഷമായിട്ടുള്ള ആഭരണങ്ങളൊക്കെ ധരിച്ച് സുവാസസ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ആലിപ്ത കുങ്കുമാദി ലേപനങ്ങളൊക്കെ പൂശി വസ്തുപാണയ പൂജാദ്രവ്യങ്ങളൊക്കെ കയ്യിൽ എടുത്ത് അവരും ദീക്ഷാശാലാം ഉപാജഗ്മു ദീക്ഷാശാലയിലേക്ക് ആ യജ്ഞം നടക്കുന്നിടത്തേക്ക് അവരും വന്നു ചേർന്നു. വസുദേവൻ ഭാര്യമാര് രാജാക്കന്മാരുടെ ഭാര്യമാര് അങ്ങനെ എല്ലാവരും സകല ആളുകളും വലിയ സന്തോഷത്തോടുകൂടി ചന്ദനം കുങ്കുമം തുടങ്ങിയ കുറിക്കൂട്ടുകളൊക്കെ പൂശി വിശേഷമായിട്ടുള്ള അലങ്കാരങ്ങളൊക്കെ ചെയ്ത് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് പൂജാസാധനങ്ങളൊക്കെ കയ്യിലെടുത്ത് അവരും അവിടേക്ക് എത്തിച്ചേർന്നു. പ്രത്യേകിച്ചും വസുദേവരുടെ പത്നിമാര്. നേതുർമൃദംഗപടഹ ശംഖഭേര്യാനകാദയ നനുതുർനടനർത്തക്യസ്തുഷ്ടുവുസ്സൂതമാഗധ ജഗുസ്സുകണ്ഠ്യോ ഗന്ധർവ്യാ സംഗീതം സഹഭർത്തുകാ. മൃദംഗപടഹ ശംഖഭേര്യാനകാദയ മൃദംഗം പടഹം ശംഖ ഭേരി ആനകം തുടങ്ങിയ വാദ്യങ്ങൾ മുഴങ്ങി. നേതു ആനകദുന്ദുഭി എന്ന് തന്നെയാണ് വസുദേവരെ പറയുക. വസുദേവര് ജനിച്ച സമയത്ത് ആനകം ദുന്ദുഭി തുടങ്ങിയൊക്കെ മുഴങ്ങി. അതുകൊണ്ടാണ് അത്ര ആനകദുന്ദുഭി എന്ന് പേര്. നടന നർത്തക്യ നടന്മാരും നർത്തകികളും നൃതു അവരെന്ത് ചെയ്തു? അവരുടേതായിട്ടുള്ള രീതി നർത്തനം ചെയ്തു. സൂതമാഗധാഹ സൂതന്മാരും മാഗധന്മാരും തുഷ്ടുവു അവരൊക്കെ സ്തുതിച്ചു. സുകണ്ഠ്യ നല്ല കണ്ഠമുള്ള നല്ല സ്വരമാധുര്യമുള്ള ഗന്ധർവ്യ പാട്ടുകാരികള് അവര് സഹഭർത്തുക അവരുടെ ഭർത്താക്കന്മാരോടുകൂടി ഗന്ധർവന്മാരോടുകൂടി സംഗീതം ജഗു നല്ല പോലെ പാട്ടുപാടി അല്ലേ. ഗന്ധർവ സംഗീതം നല്ല ഭംഗിയുള്ള നൃത്തങ്ങള് അതേപോലെ സ്തുതിഗീതങ്ങള് ഒക്കെ അവിടെ സമയോചിതമായിട്ട് വേണ്ടതുപോലെ അവിടെ നടന്നു എന്ന് പറയുന്നു. തമഭ്യഷിഞ്ചൽ വിധിവദക്തമഭ്യക്തമൃത്യുജ പത്നീഭിരഷ്ടാദശഭി സോമരാജമിവോടുഭി. വസുദേവർക്ക് എത്ര പത്നിമാരുണ്ടായിരുന്നു? അഷ്ടാദശഭി പത്നീഭി 18 ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ്. വിധിവൽ അക്തം അഭ്യക്തം വേണ്ട പോലെ നേത്രങ്ങളിൽ അഞ്ജനമൊക്കെ എഴുതി അഭ്യക്തം സർവാംഗം വെണ്ണ പൂശി തം അവിടെ അദ്ദേഹം ആ വസുദേവനെ അഷ്ടാദശഭി പത്നീഭി 18 പത്നിമാരോടുകൂടി ഉടുഭി സോമരാജമിവ ഉടുഭി എന്ന് പറഞ്ഞ നക്ഷത്രങ്ങളോടുകൂടിയ
സോമരാജൻ എന്ന് വെച്ചാൽ ചന്ദ്രൻ. ആ ചന്ദ്രനെ എന്നതുപോലെ ഋത്വിജഹ അഭ്യഷിഞ്ചൻ, ഋത്വിക്കുകളെ അഭിഷേകം ചെയ്തു എന്ന് പറയുന്നു. നക്ഷത്രക്കൂട്ടം, പത്നിമാര്, വസുദേവര്, ചന്ദ്രൻ. ആകാശത്ത് ചന്ദ്രൻ മിന്നിത്തിളങ്ങുന്നത് പോലെ വസുദേവരെ ശോഭിക്കുന്നു. താഭിർദുകൂലവലൈർഹാരനൂപുരകുണ്ടലൈ സ്വലങ്കൃതാഭിർവിവിബഭൗ ദീക്ഷിതോജിന സംവൃത. ദുകൂലവലൈ, ദുകൂലങ്ങൾ, വലയങ്ങൾ, പട്ടുവസ്ത്രങ്ങള്, കൈവളകൾ, ഇതുകൊണ്ടും ഹാരനൂപുര കുണ്ടലൈഹി, ഹാരം, നൂപുരം, കുണ്ടലങ്ങൾ ഇതുകൊണ്ടും സ്വലങ്കൃതാഭി, നന്നായി അലങ്കരിച്ച താഭി, അവരോടുകൂടി, ആ പത്നിമാരോടുകൂടി, ദീക്ഷതഃ, ദീക്ഷിച്ച, അജിന സംവൃത, കൃഷ്ണമൃഗ ചർമ്മം ധരിച്ച അദ്ദേഹം അവിടെ വിഭഭൗ, വളരെ വിശേഷമായിട്ട് ശോഭിച്ചു എന്നാണ്. അതിസുന്ദരൻ ആയി അദ്ദേഹം നിലകൊള്ളുന്നു. പട്ടുവസ്ത്രങ്ങളും കൈവളകളും നൂപുരങ്ങള്, പാദത്തിൽ അണിങ്ങുന്ന നൂപുരങ്ങൾ, മുത്തുമാലകൾ, ഇപ്പൊ കാൽച്ചിലമ്പ്, മുത്തുമാല, കൈവള, പട്ടുവസ്ത്രമൊക്കെ ധരിച്ച് കർണാഭരണങ്ങൾ അണിഞ്ഞ് ആ പത്നിമാര്, 18 പത്നിമാര് വസുദേവര്, ആ വസുദേവര് കൃഷ്ണമൃഗ ചർമ്മം ധരിച്ചു. ഈ യാഗത്തിന്റെ ഭാഗമായിട്ട് കൃഷ്ണമൃഗ ചർമ്മം ധരിക്കുക, കൃഷ്ണമൃഗ തോല് ധരിക്കുക എന്നുള്ളൊരു ഏർപ്പാടുണ്ട്. ഇപ്പോൾ ബ്രാഹ്മണ കുലത്തില് ഉപനയനം കഴിഞ്ഞാൽ സമാവർത്തനം വരെയുള്ള കാലത്ത് ചമതയിടുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്, കാലത്തും വൈകുന്നേരവും. ആ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും കൃഷ്ണമൃഗത്തിന്റെ തോല് കഴുത്തില് പൂണൂലണിയുന്നത് പോലെ അണിഞ്ഞിട്ടാണ് ആ കർമ്മങ്ങളൊക്കെ ചെയ്യുക. ഇതേപോലെ ഇവിടെ യാഗത്തിന് കൃഷ്ണമൃഗത്തോല് ഒക്കെ ധരിച്ച് വസുദേവര് വിശേഷമായി പ്രകാശിച്ചു. അത്യധികം ആ ശോഭയോടുകൂടി അവിടെ ഇരിക്കുന്നു. തസ്യർത്തിജോ മഹാരാജ രത്നകൗശേയവാസസ സദസ്യാവിരേജുസ്ത്രേ യഥാ വൃത്രഹതോധ്വരേ. മഹാരാജ പരീക്ഷിത്തെ അവിടെ തസ്യ തേ ഋത്വിജഃ, ആ വസുദേവരുടെ ഋത്വിക്കുകള്, വൃത്രഹണഃ അധ്വരേ യഥ, വൃത്രഹന്താവിൻ്റെ അധ്വരത്തിൽ, യാഗത്തിൽ എന്നതുപോലെ, സദസ്യ, സദസ്യന്മാരോട് കൂടി, രത്നകൗശേയവാസസ, രത്നം, കൗശേയം, അങ്ങനെ ഇതോടൊക്കെ കൂടി ഏറ്റവും വിശേഷമായിട്ടുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ ധരിച്ച് വിരേജു എന്ന് പറയുന്നു. ഋത്വിക്കുകളും സദസ്യരും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇന്ദ്രന്റെ ഋത്വിക്കുകളെ പോലെയും സഭ്യന്മാരെ പോലെയും സദസ്യന്മാരെ പോലെയും മിന്നിത്തിളങ്ങി. യാഗം അത്രയും ഗംഭീരമായിരുന്നു എന്ന് കാണിക്കുകയാണ്. തഥാ, ആ സമയത്തോ, അപ്പോ രാമശ്ച കൃഷ്ണശ്ച സ്വൈർ ബന്ധുഭിരന്യുതൗ രേജതു സ്വസുതൈർദാരൈർ ജീവേശൗ സ്വവിഭൂതിഭി. ആ സമയത്ത് ജീവേശൗ, സർവ്വജീവജാലങ്ങളുടെയും ഈശ്വരനായ രാമനും കൃഷ്ണനും, സ്വൈ അവരവരുടെ ബന്ധുക്കളോടും, സ്വസുതൈ പുത്രന്മാരോടും, ദാരൈ ഭാര്യമാരോടും, സ്വവിഭൂതിഭി അവരുടെ ഭൂഷണങ്ങളോടും, അന്യുതൗ രേജതു ഇതോടൊക്കെ കൂടി ചേർന്നവരായിട്ട് അവരും ശോഭിച്ചു എന്നാണ്. ബലരാമനും കൃഷ്ണനും ലോകത്തിന്റെ സൃജതി അവധി അത്തി, സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ നടത്തുന്ന ഈശ്വരന്മാരാണ്. അവരും അവരവരുടെ ആഭരണങ്ങളും ആയുധങ്ങളൊക്കെ ധരിച്ച് തങ്ങളുടെ ബന്ധുക്കളോടും ഭാര്യമാരോടും മക്കളോടുമൊക്കെ കൂടി അവിടെ ശോഭിക്കുന്നു. ഈജേനു യജ്ഞം വിധിന അഗ്നിഹോത്രാദിലക്ഷണൈ പ്രാകൃതൈർവൈകൃതൈർയജ്ഞൈ ദ്രവ്യജ്ഞാനക്രിയേശ്വരം. അഗ്നിഹോത്രാദിലക്ഷണൈ, അഗ്നിഹോത്രാദി ലക്ഷണങ്ങളോട് കൂടിയ, പ്രാകൃതൈഹി പ്രാകൃതങ്ങളും, വൈകൃതൈഹി വൈകൃതങ്ങളുമായ യജ്ഞങ്ങൾ കൊണ്ട്, അനുയജ്ഞം യജ്ഞം തോറും, വിധിന വിധിപ്രകാരം, ദ്രവ്യജ്ഞാനക്രിയേശ്വരം ദ്രവ്യങ്ങൾക്കും ജ്ഞാനങ്ങൾക്കും ക്രിയകൾക്കും ഈശ്വരൻ ആയിരിക്കുന്ന ആ ദേവനെ വേണ്ട പോലെ ഭജിച്ചു എന്ന് പറയുന്നു. ജ്യോതിഷ്ടോമദർശ പൂർണ്ണമാസാദികൾ, ആമ്നാത സർവാംഗങ്ങളായ പ്രാകൃതയജ്ഞങ്ങൾ, ഇതാണ് അവിടെ പ്രാകൃതൈ വൈകൃതൈ എന്ന് പറഞ്ഞത്. അതിൽ തന്നെ ചോദനാലിംഗാദികൾ കൊണ്ട് അതിദേശപ്രാപ്താംഗങ്ങളായ സൗരസത്രാദികൾ, അത് വൈകൃതയജ്ഞം, മറ്റത് പ്രാകൃതം. ഇപ്പൊ യാഗത്തിന് ഉപയോഗിക്കുന്ന പുരോഡാശം ആണ് ദ്രവ്യം. അത് നടത്തേണ്ട വിധിയുടെ ക്രമത്തെ
ഉള്ള അറിവിന് ജ്ഞാനം എന്ന് പറയുന്നു. അവയെ നടത്തുന്ന ക്രമം ആണ് ക്രിയ. ഇതാണ് ദ്രവ്യം, ജ്ഞാനം, ക്രിയ. ഇതിന് മൂന്നിനും ഈശ്വരനായിരിക്കുന്ന ഭഗവാനെ യജിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ ഈശ്വരനായിരിക്കുന്ന ആളാരാ? അത് ശ്രീകൃഷ്ണൻ. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അപ്പൊ യാഗത്തിന് ഉപയോഗിക്കുന്ന പുരോടാശമാണ് ദ്രവ്യമെന്നും അത് നടത്തേണ്ടുന്ന ക്രമത്തെ അറിയുന്നതാണ് അതിൻ്റെ ജ്ഞാനമെന്നും അത് എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ക്രിയ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അഗ്നിഹോത്രാദി ലക്ഷണം എന്ന് പറഞ്ഞത് പ്രാകൃതത്തിനും വൈകൃതത്തിനും ഒരേപോലെയുള്ള സമാന ധർമ്മമായിട്ട് കണക്കാക്കുന്നു. അഗ്നിഹോത്രാദി ലക്ഷണങ്ങളോടുകൂടിയ രണ്ട് തരത്തിലുള്ള യജ്ഞങ്ങളെ നടത്തുന്ന സമയത്തും ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ദ്രവ്യജ്ഞാന ക്രിയേശ്വരൻ ഭഗവാനെ കുറിച്ച് പറയുകയാണ്. അങ്ങനെയുള്ള ഭഗവാനെ കുറിച്ചുള്ള മന്ത്രോച്ചാരണങ്ങൾ അവിടെ ഉയർന്നു കേട്ടു എന്ന് പറയുന്നു. ഭഗവാനെ അവിടെ യജിച്ചു എന്ന് ചുരുക്കം. അധർത്തിഭ്യോ ദദാൽ കാലേ യഥാംനാതം സദക്ഷിണ സ്വലംകൃതേഭ്യോ അലങ്കൃത്യ ഗോഭൂ കന്യാ മഹാധന. പിന്നെ അത് കഴിഞ്ഞ് അധാ സ, അതിനുശേഷം അവൻ എന്ന് വെച്ചാൽ വസുദേവര്, കാലേ യഥാംനാതം, വേണ്ട സമയത്ത് വേണ്ടതുപോലെ വിധിപ്രകാരം, സ്വലംകൃതേഭ്യ, നല്ല പോലെ അലങ്കരിച്ച് ഇരിക്കുന്ന ഋത്വിക്കുകൾക്ക്, മഹാധന, വളരെ വിശേഷമായിട്ടുള്ള ധനം, അതേപോലെ ഗോഭൂ കന്യ, പശുക്കള്, അതേപോലെ കന്യകമാര്, ഭൂമി. ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുക്കള്, ഭൂമി, കന്യ, പെൺകുട്ടികൾ. ഇവരെയൊക്കെ നല്ല പോലെ അലങ്കരിച്ചിട്ട് ദക്ഷിണയായിട്ട് നൽകി. വിധിപ്രകാരം വേണ്ടതുപോലെ അവർക്ക് അതൊക്കെ കൊടുത്തു. ക്രിയയുടെ സമാപ്തിയിലാണ് നമ്മൾ ദക്ഷിണ ചെയ്യേണ്ടത്. ദക്ഷിണ ചെയ്യുമ്പോഴാണ് ആ ക്രിയ പൂർത്തിയാവുക. പിന്നെ പത്നി സംയാജവൃത്യൈശ്ചരിത്വാതേ മഹർഷയ സസ്നു രാമഹൃദേ വിപ്ര യജമാന പുരസ്സര. പത്നി സംയാജവഭൃത്യൈ, പത്നി സംയാജം എന്ന അവഭൃതങ്ങളാൽ ചരിച്ചിട്ട് യജമാന പുരസ്സര, യജമാനനോടുകൂടിയ മഹർഷികളായിട്ടുള്ള ബ്രാഹ്മണർ രാമഹൃദേ സസ്നു, രാമഹൃദത്തിൽ പരശുരാമ തീർത്ഥത്തിൽ സമന്തപഞ്ചക തീർത്ഥത്തിൽ അവരൊക്കെ സ്നാനം ചെയ്തു എന്ന് പറയുന്നു. ദീക്ഷാന്ത സ്നാനം ഇതാണ്. ഭാര്യയോടുകൂടി ദീക്ഷാന്ത സ്നാനം, അതിന് അവഭൃത സ്നാനം എന്ന് പറയും. അപ്പോൾ വസുദേവരും അതേപോലെ യാഗം ദീക്ഷിച്ച അല്ലെങ്കിൽ യാഗം ദീക്ഷിച്ചത് വസുദേവരെ, അത് നടത്തിച്ച ഋത്വിക്കുകളും ആ ബ്രാഹ്മണരുമൊക്കെ തന്നെ പരശുരാമ തീർത്ഥത്തിൽ ആറാടി അല്ലെങ്കിൽ അവഭൃത സ്നാനം നടത്തി. സ്നാതോലങ്കാരവാസാംസി വന്ദിഭ്യോദാൽ തഥാ സ്ത്രീയ തതസ്വലംകൃതോ വർണ്ണാനാശ്വഭ്യേനേന പൂജയിൽ. സ്നാതഃ, സ്നാനം ചെയ്ത് അതിനുശേഷം വന്ദിഭ്യ, വന്ദികൾക്ക് അലങ്കാരവാസാംസി, അലങ്കാര വസ്ത്രങ്ങളെ അദാൽ ദാനം ചെയ്തു. അതേപോലെ തഥാ സ്ത്രീയ, സ്ത്രീകളും തഥ അനന്തരം സ്വലംകൃത, വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചവനായിട്ട് ആശ്വഭ്യ, ശ്വാക്കൾ വരെ ആ വർണ്ണാൻ, സകല ആളുകൾക്കും അന്നേന പൂജയിൽ, മൃഗങ്ങൾക്കും കൊടുത്തു എന്നാണ്. ശ്വാക്കൾ മുതലായ പ്രാണികൾക്ക് കൂടി അന്നം കൊടുത്തു. എല്ലാവർക്കും, എല്ലാത്തിലും ഒരേ ഒരു ഈശ്വരനാണ് എന്ന ഭാവത്തോടുകൂടി സകല ആളുകൾക്കും ദാനങ്ങളും അതേപോലെ പ്രത്യേകിച്ച് അന്നദാനമൊക്കെ ഉണ്ടായി. ബന്ധൂൻ സദാരാൻ സസുതാൻ പാരിബർഹേണ ഭൂയസ വിദർഭ കോസലകുരുൻ കാശികേകയ സൃഞ്ജയാൻ സദസ്യർത്തിക്സുരഗണാൻ നൃഭൂത പിതൃചാരണാൻ ശ്രീനികേതമനുജ്ഞാപ്യ ശംസന്ത പ്രയയുക്രതും. സദാരാൻ, ദാരങ്ങളോടുകൂടിയ, സസുതാൻ, പുത്രന്മാരോട് കൂടിയ, ബന്ധുൻ, ബന്ധുക്കളായിട്ടുള്ള, വിദർഭ കോസല കുരുൻ, വിദർഭയിലെയും കോസലത്തെയും കുരുവിൽ രാജ്യത്തുമുള്ള ആളുകൾ, കാശി കേകയ സൃഞ്ജയൻ, കാശി കേകയം സൃഞ്ജയന്മാര്, ഇവർക്കൊക്കെ സദസ്യർത്തിക്സുരഗണാൻ, സദസ്യരെയും ഋത്വിക്കുകളെയും ദേവന്മാരെയും, പിന്നെ നൃഭൂത പിതൃചാരണാൻ, മനുഷ്യർ, ഭൂതങ്ങൾ, പിതൃക്കൾ, ചാരണന്മാരെ ഇവരെയും, ഭൂയസ, ഏറ്റവും വിശേഷമായി, പാരിബർഹേണ, വിവിധങ്ങളായിട്ടുള്ള സമ്മാനങ്ങൾ കൊണ്ട്
ആ പൂജയിൽ പൂജിച്ചു. ശ്രീനികേതം, ആ ശ്രീദേവിയുടെ വാസസ്ഥാനമായിരിക്കുന്ന, ശ്രീയുടെ നികേതമായിരിക്കുന്ന ഭഗവാൻ, ആ ശ്രീകൃഷ്ണനോട് അനുജ്ഞ വാങ്ങി ക്രതു ശംസന്ത, ആ യാഗത്തെ പ്രശംസിച്ചും കൊണ്ട് അവരൊക്കെ തിരിച്ചു പോവുകയും ചെയ്തു എന്ന് പറയുകയാണ്. ബന്ധുക്കൾ, വിദർഭ, കോസല, കുരു, കാശി, കേകയ, സൃഞ്ജയ രാജാക്കന്മാര്, അവിടുത്തെ പ്രജകള്, അവരുടെ ഭാര്യാപുത്രാദികള്, സദസ്സിലുള്ള മറ്റു ജനങ്ങൾ, കർമ്മങ്ങൾ നടത്തിയ ബ്രാഹ്മണര്, ദേവന്മാര്, പിതൃക്കള്, ചാരണന്മാര്, മനുഷ്യര്, ഭൂതകങ്ങള് എന്ന് വേണ്ട സകലർക്കും അവർക്ക് യോജിച്ചതായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ വസുദേവര് നൽകി. എന്നിട്ടോ അവർക്കൊക്കെ വലിയ സന്തോഷമായി. ഇനി ആരോടാണ്? സാധാരണ അങ്ങനെയാണല്ലോ അല്ലേ യാത്ര പറയാം ഒരു ചടങ്ങ് കഴിഞ്ഞാൽ. ഇവിടെ പ്രത്യേകിച്ചും ഭഗവാൻ തന്നെയാണ് വസുദേവരുടെ പുത്രഭാവത്തിൽ വാസുദേവനായി മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭഗവാനോട് യാത്ര ചോദിക്കുകയാണ്. ഞങ്ങൾ പോയി വരട്ടെ എന്ന് പറഞ്ഞ് എല്ലാ ആളുകളും ഈ സമ്മാനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറയും സാധാരണ. വസുദേവൻ നടത്തിയ യാഗത്തെ ഉച്ചൈസ്തരം പ്രശംസിച്ചും കൊണ്ട് അവരൊക്കെ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചുപോയി എന്ന് പറയുകയാണ്. യാഗത്തിൻ്റെ മറ്റ് വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. നാളെ മിഥുനമാസത്തിലെ അവസാനത്തെ ദിവസമാണ്. ഇത് കഴിഞ്ഞാൽ രാമായണ മാസം. പണ്ടൊരിക്കൽ കള്ളക്കർക്കിടകം എന്ന് പറഞ്ഞിരുന്ന പഞ്ഞമാസം ആയിരുന്ന ആ കർക്കിടക മാസത്തെ നമ്മളിപ്പോൾ രാമായണ മാസമാക്കി മാറ്റി. അതിൻ്റെ ഒരു നന്മ നമ്മുടെ ജീവിതത്തിലും കാണാനായിട്ട് സാധിക്കും. കാലത്ത് ഗണപതി ഹോമം, വൈകുന്നേരം ഭഗവത് സേവ, പകൽ സമയങ്ങളിലൊക്കെ രാമായണ പാരായണം, അങ്ങനെ രാമായണം, നമ്മുടെ രാമായണം, ഇരുട്ടുമായണം എന്ന അർത്ഥത്തിലേക്ക് എത്തുന്നതായി മാറി. നമ്മുടെ ഉള്ളിലെ ആ ആന്തരികമായിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ ഇരുട്ട് മുഴുവൻ തീരാൻ വിജ്ഞാനജ്യോതിയായിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം എന്നെന്നും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷര പൂജയുടെ ഈ ദിവസം ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. എല്ലാവരിലും ശാന്തിയും സമാധാനവും സർവോപരി ഭഗവത് ഭക്തിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിയോ ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു
ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു. കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ഓം ശാന്തി 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 ഹരി ഓം.